Hello dear students, through this video we are going to start our last module, that is 6th module, and till now we discussed about the different aspects of computer graphics. That is, in the first module we discussed about what are the different applications of computer graphics, the types of input and output devices used in computer graphics, and different types of display devices. Okay, in the second module we had studied about some algorithms, that's like line drawing algorithms, circle drawing algorithms, then polygon filling algorithms, etc. In the third module we'll discuss about two-dimensional transformations, and in the fourth module three-dimensional transformations. Then in the fifth module initially we discussed about two types of projections, perspective and parallel projection. Then we had studied about some visible surface detection algorithm. In this module we had to study about the last application of the computer, or important application of the computer graphics, that is image processing. Okay, സോ ഇതിൽ നമുക്ക് ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്താൽ മതി. ഞാൻ ലാസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മളെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പഠിപ്പിച്ചപ്പോൾ അതിൽ ലാസ്റ്റ് വന്നതാണ് ഇമേജ് പ്രോസസ്സിങ്. സോ ഓക്കെ, ദെൻ these are the different topics that we need to study. That is, first introduction regarding the image processing, then the fundamental steps involved in image processing, then how to represent a digital image internally, then gray level histogram, relationship between the pixels, convolution and correlation, finally edge detection. Okay, so first നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ഡിജിറ്റൽ ഇമേജിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിജിറ്റൽ ഇമേജ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഇമേജ് എന്താണെന്ന് അറിയണം. ഇമേജ് മീൻസ് it can be defined as a two-dimensional function f of xy, where x and y are spatial or plane coordinates, and the amplitude of f, or the value of f at any point xy, is called the intensity or gray level of the image at that point. ഓക്കെ, ഒരു ഇമേജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ടു ഡയമെൻഷണൽ ഫങ്ഷനായിട്ടായിരിക്കും എഫ് ഓഫ് എക്സ് വൈ. അതിൽ എക്സ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇമേജിനകത്തുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സിനെയും, ദെൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഫങ്ഷൻ മീൻ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ പോയിൻറ്റ് എക്സ് വൈ എന്ന് പറയുന്ന പോയിൻറ്റിലുള്ള വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിന് നമുക്ക് ഇൻറ്റൻസിറ്റി എന്നോ ഗ്രേ ലെവൽ ഇൻഫോർമേഷൻ ഓഫ് ദാറ്റ് ഇമേജ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിൻ്റ് എന്നൊക്കെ പറയാം. അതായത് നമുക്ക് ഇമേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് പോയിൻറ്റ്സ്. ഇമേജിനകത്ത് കുറേ പോയിൻറ്റ്സ് കാണും. ആ ഓരോ പോയിൻറ്റിലും ഒരു ഇൻഫോർമേഷൻ, ദാറ്റ് മീൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണോ വൈറ്റ് ആണെന്നുള്ള ഇൻഫോർമേഷൻ, ഗ്രേ ലെവൽ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വൈറ്റ് ഓർ ഗ്രേ കളറാണോ എന്നുള്ള ഇൻഫോർമേഷൻ, ദെൻ കളർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ബ്ലാക്ക് വൈറ്റ് ഓർ എനി അതർ കളർ എന്നുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും ഈ ഓരോ പോയിൻ്റ് എക്സോ വൈയിലും ഉള്ള എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത്. സോ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ മീൻസ് കളർ ഇൻഫോർമേഷൻ. ഓക്കെ, ഇനി ഈ പറഞ്ഞ എക്സ് വൈ എഫ് ഓഫ് എക്സ് വൈ എല്ലാം ഫൈനൈറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ പോയിൻറ്റ് പെയർ ഓഫ് കോർഡിനേറ്റ്സ് എക്സ് വൈയും ദെൻ ദി ഇൻറ്റൻസിറ്റി വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷനും എല്ലാം ഫൈനൈറ്റ് ആൻഡ് ഡിസ്ക്രീറ്റ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ, ദാറ്റ് ഇമേജ് വി ക്യാൻ നെയിംഡ് ആസ് ഡിജിറ്റൽ ഇമേജ്. അതിനാണ് നമ്മൾ ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്നത്. Okay, so digital image means it can be defined as a two-dimensional function f of xy, where xy are finite and defines a spatial coordinate ആയിരിക്കും. Then f of xy or amplitude of fx or value of f of xy means the intensity of the image at that point, or the gray level information of the image at that point. Okay, അതായത് നമുക്ക് ഈ ഇൻറ്റൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പോയിൻ്റ് എടുത്താലും 0 എന്നുള്ളൊരു ബിറ്റോ അല്ലെങ്കിൽ 1 എന്നുള്ളൊരു ബിറ്റോ ആയിരിക്കും. അപ്പോൾ 0 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ബ്ലാക്ക് 1 ആണെങ്കിൽ എന്തായിരിക്കും വൈറ്റും ആയിരിക്കും. ഇനി ഗ്രേ കളറിലുള്ള ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ബ്ലാക്കും വരാം വൈറ്റും വരാം ഗ്രേ കളറും വരാം. അപ്പോൾ അതിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 0യും വരാം 1ഉം വരാം. 0.5 ഗ്രേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി കളർ ഇമേജ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ 0 ആയിരിക്കും, വൈറ്റ് ആണെങ്കിൽ 255 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ദെൻ 0 to 255 വാല്യൂസ് റിമൈനിങ് കളേഴ്സിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കളർ ഇൻഫോർമേഷനാണ് മെയിൻലി നമ്മൾ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓരോ പോയിൻറ്റിൻ്റെയും ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ, അതാണ് എഫ് ഓഫ് എക്സ് വൈ. ആ ഒരു എല്ലാ പോയിൻറ്റ്സിൻ്റെയും ഫംഗ്ഷനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ് ജനറലൈസ് ചെയ്ത് പറയുന്നത്. ദെൻ the field of digital image processing refers to
പ്രോസസ്സിംഗ് ഓഫ് ഡിജിറ്റൽ ഇമേജസ് ബൈ മീൻസ് ഓഫ് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇമേജ് എന്താണെന്ന് പറഞ്ഞു. ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് മീൻസ് ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഫോർ പ്രോസസ്സിംഗ് ദ ഡിജിറ്റൽ ഇമേജ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. നമ്മളൊരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടി ഡിജിറ്റൽ ഇമേജിൽ പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. Okay, so we studied that digital image consisting of a finite number of points or elements called picture elements, image elements, pels or pixels. അതായത് ഇമേജിനകത്തുള്ള പോയിൻറ്റ്സിനെ നമുക്ക് മെയിൻലി പിക്സൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഹിയർ ദിസ് ഈസ് എ 3-dimensional screen. Then we are using imaging system, that is a camera for capturing this image. Then we have an illumination energy or source, that is a sunlight. അപ്പോൾ ഈ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് ഈ പറയുന്ന ഒബ്ജക്റ്റ് അബ്സോർബ് ചെയ്ത് ദെൻ അത് റിഫ്ലക്റ്റ് ബാക്ക് ചെയ്യുമ്പോൾ ഇമേജിങ് സിസ്റ്റം ഓർ ക്യാമറ ഇത് ക്യാപ്ചർ ചെയ്തിട്ടായിരിക്കും ഇതുപോലുള്ളൊരു ഇമേജ് ഉണ്ടാകുന്നത്. അതിൻ്റെ ഡിജിറ്റൈസ്ഡ് ഫോമിലുള്ളതാണ് ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മുടെ ഇമേജിനകത്ത്, അതായത് നമ്മൾ ഈ കാണുന്ന ഇമേജിനെ ആ ഇമേജിനകത്തെല്ലാം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഓരോരോ സ്ക്വയർ ഷേപ്പിലുള്ള ആ ഒരു പോയിൻറ്റ്സിനെയാണ് നമ്മൾ പിക്സൽസ്, പിക്ചർ എലമെൻറ്റ്സ് എന്നും പെൽസ് എന്നും ഒക്കെ പറയുന്നത്. ഓക്കെ, ദെൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ മെയിനായിട്ടും ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത് 2 കാര്യത്തിലാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡിജിറ്റൽ ഇമേജിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ദി ഫസ്റ്റ് വൺ ഈസ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് പിക്ചോറൽ ഇൻഫർമേഷൻ ഫോർ ഹ്യൂമൻ ഇൻ്റർപ്രിറ്റേഷൻ. അതായത് ഹ്യൂമൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ പിക്ചർ ഇൻഫോർമേഷനെ അല്ലെങ്കിൽ ഒരു ഇമേജിനെ കുറച്ചും കൂടെ ഒന്ന് ക്ലിയർ ആക്കും, അതിൻ്റെ അപ്പിയറൻസ് കുറച്ചും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യും. ഓക്കെ, അത് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് നമുക്കൊരു ഫോട്ടോഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അത് കുറച്ച് ക്ലിയർ അല്ലാത്തൊരു ഫോട്ടോഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഇമേജ് എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സൊക്കെ പെർഫോം ചെയ്തിട്ട് കുറച്ചും കൂടെ അതിൻ്റെ ക്ലാരിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. അതൊരു ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു യൂസാണ്. ദെൻ അനദർ എക്സ്പെക്റ്റ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഓഫ് ഇമേജ് ഫോർ ഫർദർ സ്റ്റോറേജ്, ട്രാൻസ്മിഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ഫോർ ഓട്ടോണമസ് മെഷീൻ പെർസെപ്ഷൻ. അതായത് ഇമേജിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം? അത് സേഫായിട്ട് അല്ലെങ്കിൽ സൈസ് കുറച്ചൊന്ന് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്ക് ഒരു ഇമേജിൽ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ മെഷീന് പെർസീവ് ചെയ്യുന്നതിന് ഒരു പർട്ടിക്കുലർ രീതിയിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇമേജിനകത്ത് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്യും. സോ മെയിൻലി നമ്മൾ ഡിജിറ്റൽ ഇമേജിനകത്ത് നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ അപ്പിയറൻസ് അല്ലെങ്കിൽ അതിൻ്റെ പിക്ചറിൽ ഇൻഫർമേഷൻ ഇമ്പ്രൂവ് ചെയ്ത് ഹ്യൂമൻസിന് പെട്ടെന്ന് അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്റ്റോറേജിന് വേണ്ടിയിട്ട് നമ്മൾ ടെക്നിക്സ് അപ്ലൈ ചെയ്യാറുണ്ട്. ദെൻ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടൊരു ഡിജിറ്റൽ ഇമേജിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓട്ടോണമസ് മെഷീൻ പെർസെപ്ഷന് വേണ്ടിയിട്ട്, റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും എല്ലാം നമ്മൾ ഒരു ഡിജിറ്റൽ ഇമേജിനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇമേജ് പ്രോസസ്സിംഗ് മെത്തേഡ്സ്. ഇമേജ് ഈസ് ഗിവൻ ആസ് എൻ ഇൻപുട്ട്. ഒരു ഇമേജ് പ്രോസസ്സിംഗ് മെത്തേഡിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇമേജ് ആയിരിക്കും, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഏതൊരു ഇമേജ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഇമേജിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. ഓക്കെ, സോ ഡിജിറ്റൽ ഇമേജ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇമേജ് എന്താണെന്ന് പറഞ്ഞു, ഡിജിറ്റൽ ഇമേജ് എന്താണെന്ന് പറഞ്ഞു, ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് we are going to study about the fundamental steps in image processing. The first step is image acquisition, then image enhancement, image restoration, color image processing, image compression, morphological processing, segmentation, representation and description. Last one is object recognition. Okay, അപ്പോൾ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ ആ സ്റ്റെപ്സ് എഴുതി അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് ഡയഗ്രാം കൂടെ വരയ്ക്കണം. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ഇമേജ് ആക്വിസിഷൻ, ദെൻ ആഫ്റ്റർ ദാറ്റ് ഇമേജ് എൻഹാൻസ്മെൻറ്റ്, ഇമേജ് റീസ്റ്റോറേഷൻ, കളർ ഇമേജ് പ്രോസസ്സിംഗ്, ദെൻ മോർഫോളജിക്കൽ പ്രോസസ്സിംഗ്, ഇമേജ് കംപ്രഷൻ, മൾട്ടി റെസൊല്യൂഷൻ പ്രോസസ്സിംഗ്, ഇമേജ് കംപ്രസിംഗ്, മോർഫോളജിക്കൽ പ്രോസസ്സിംഗ്, സെഗ്മെൻറ്റേഷൻ, റെപ്രസെൻറ്റേഷൻ, ഡിസ്ക്രിപ്ഷൻ, ഫൈനലി ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ. അപ്പോൾ ചില കേസിൽ വേവ്ലെറ്റ് ആൻഡ് മൾട്ടി റെസൊല്യൂഷൻ പൊസിഷനിങ്ങും മോർഫോളജിക്കൽ പ്രോസസ്സിങ്ങിൻ്റെ ഒറ്റ സ്റ്റെപ്പായിട്ടായിരിക്കും പറയും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫോമിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ചില മെത്തേഡ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ ചില മെത്തേഡ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഇമേജ് ആയിരിക്കും, ഔട്ട്പുട്ട് ഇമേജ് ആയിരിക്കും. ഓക്കെ, സോ ഫ്രം ഇമേജ് ആക്വിസിഷൻ ടു മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ഔട്ട്പുട്ട് ഇമേജ് ആണ്. ദെൻ മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ടു ഒബ്ജക്റ്റ് റെക്കഗ്നേഷൻ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്
ഇമേജ് ആയിരിക്കത്തില്ല, ആട്രിബ്യൂട്ട്സ് ആയിരിക്കും. അതായത് ഈ മോർഫോളജിക്കൽ പ്രോസസ്സിങ്ങിൽ ഔട്ട്പുട്ട് ഇമേജും വരാം, ആട്രിബ്യൂട്ട്സും വരാം. ദെൻ ഈ ബാക്കിയുള്ളതിനകത്തെല്ലാം എയ്തർ ഇമേജസ് ഓർ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ഓക്കെ. ദെൻ നോളജ് ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫോർമേഷൻസ് എല്ലാം, ഇമേജിനെ റിഗാർഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഈ നോളജ് ബേസിലാണ് ഫോർ ഫർദർ സെർച്ചിങ്ങിനായിട്ടാണ് ഈ നോളജ് ബേസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇമേജ് അക്വിസിഷൻ. ഓക്കെ. ഇമേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമേജിനെ ക്യാപ്ചർ ചെയ്യുക. സോ ഇമേജ് അക്വിസിഷൻ ഈസ് ദ ഫസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് ജസ്റ്റ് ക്യാപ്ചറിങ് ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിനെ നമ്മൾ ക്യാപ്ചർ ചെയ്യുക മീൻസ് ഫോട്ടോ ടേക്കൺ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൽ എന്തായിരിക്കും, നമ്മൾ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇമേജ് ഈ സിസ്റ്റം യൂസ് ചെയ്ത് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇലുമിനേഷൻ സോഴ്സ് ഇത് അബ്സോർബ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്കൊരു ഇമേജിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. Okay, so image is generated as a combination of illumination source and the absorption of that source energy by the scene being imaged. നമുക്ക് ഏതിൻ്റെ ഇമേജ് ആണോ ക്യാപ്ചർ ചെയ്യേണ്ടത് ആ സീൻ ഈ പറഞ്ഞ ഇലുമിനേഷൻ സോഴ്സിനെ അബ്സോർബ് ചെയ്യുന്നു. ദെൻ ദേ റിഫ്ലക്റ്റഡ് ബാക്ക്. ഓക്കെ, ആ റിഫ്ലക്ഷൻ ബാക്കിൻ്റെ ആസ് എ റിസൾട്ടായിട്ടായിരിക്കും നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്യും. അത് സെൻസേഴ്സ് തന്നെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഏതർ സിംഗിൾ സെൻസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് ഓഫ് സെൻസേഴ്സ്, ദാറ്റ് മീൻസ് ലീനിയർ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അറേസ് ഓർ മെട്രിക്സ് ഫോമിൽ നമുക്ക് സെൻസേഴ്സിനെ അറേഞ്ച് ചെയ്യാം. അതായത് സിംഗിൾ സെൻസർ യൂസ് ചെയ്യാം, ഗ്രൂപ്പ് ഓഫ് സെൻസേഴ്സ് യൂസ് ചെയ്യാം, ലാർജ് നമ്പർ ഓഫ് സെൻസേഴ്സ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇമേജിനെ ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇമേജിനെ അക്യൂസ് ചെയ്യാം. Then the second step is image enhancement. Image enhancement means it's the process of manipulating an image that we captured so that the result is more suitable than the original for a specific application. അതായത് നമ്മൾ ഒരു ഇമേജിനെ ക്യാപ്ചർ ചെയ്തു, അപ്പം നമ്മുടെ കയ്യിലൊരു ഇമേജ് ഉണ്ട്, അതിൻ്റെ പിക്ചർ ഇൻഫോർമേഷൻ ജസ്റ്റ് നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് അതിൻ്റെ അപ്പിയറൻസ് കുറച്ചും കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്നു. അതാണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജ് എൻഹാൻസ്മെൻറ്റ് വഴി ഒറിജിനൽ ഇമേജിനെക്കാട്ടി നല്ല ക്ലിയർഡ് ആയിട്ടൊരു പിക്ചറായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ബേസ് ചെയ്തിട്ടായിരിക്കും, ഹ്യൂമൻ ആണ് അൾട്ടിമേറ്റ് വ്യൂവർ. സോ ഹ്യൂമനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പറഞ്ഞ പ്രോസസ്സിങ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. സോ ദിസ് ഇസ് സബ്ജക്റ്റീവ്. ആൻഡ് ഹിയർ നോ മാത്തമാറ്റിക്കൽ ഓർ പ്രോബബിലിസ്റ്റിക് മെത്തേഡ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്ന. അതിൻ്റെ എക്സാമ്പിൾസാണ് താഴെ കാണുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇമേജ് ബിഫോർ എൻഹാൻസ്മെൻറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഇമേജ് ആഫ്റ്റർ എൻഹാൻസ്മെൻറ്റ്. ദിസ് ഈസ് ദ ഒറിജിനൽ ഇമേജ്, ദിസ് ഈസ് ആഫ്റ്റർ ദ എൻഹാൻസ്ഡ് ഇമേജ്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇതിനധികം ക്ലാരിറ്റി ഇല്ല. സോ ഇതിന് എൻഹാൻസ്ഡ് വേർഷനാണ്, കുറച്ചും കൂടി നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ക്ലാരിറ്റി ഇല്ല, ഇവിടെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്സ് ആയിരിക്കും നമ്മൾ ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്നത്. Then third step is image restoration. It is also deals with improving the appearance of an image. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജിൻ്റെ അപ്പിയറൻസ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇതും നമ്മുടെ ഈ ഇമേജ് എൻഹാൻസ്മെൻറ്റ് തമ്മിൽ ഡിഫറൻസ്. ഹിയർ ഇറ്റ് ഇസ് എൻ ഒബ്ജക്റ്റീവ്, സോ മാത്തമാറ്റിക്കൽ ഓർ പ്രോബബിലിസ്റ്റിക് മോഡൽസ് ക്യാൻ ബി യൂസ്ഡ്. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കൽ ഓർ പ്രോബബിലിക് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇമേജ് എൻഹാൻസ്മെൻറ്റ് കേസിൽ നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. Then the fourth step is color image processing. Color image processing means നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് എന്നുള്ള രീതിയിലായിരുന്നു. കളർ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഈ പറഞ്ഞ FX/Y എന്ന് പറയും. ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കേസിൽ FX/Y എടുക്കുക കഴിയുമ്പോൾ ഓരോ പോയിൻറ്റിൻ്റെയും ഓരോ XYയുടെയും പോയിൻറ്റ് ഏത് 0 or 1 ആയിരിക്കും. ഗ്രേ ലെവലിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഗ്രേ കളറിനെയും കൂടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നൊരു വാല്യൂവും കൂടെ കാണും. ദെൻ കളർ ഇൻഫോർമേഷൻ്റെ കേസിലാണ്, കളർ ഇമേജിൻ്റെ കേസിലാണെങ്കിൽ FX/Y എന്ന് പറയുന്നത് ഒരു ട്രിപ്ലെറ്റ്സ്, ദാറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ട്രിപ്ലെറ്റ്സ് ആണ്. RGB, ദാറ്റ് ഈസ് റെഡ് കളർ കാണും, ഗ്രീൻ കളർ കാണും, ബ്ലൂ കളർ. അതിൻ്റെ മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും ഓരോ ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് കളർ ഇമേജ് പ്രോസസ്സിങ്. സോ ഹിയർ ഇൻ ദ കേസ് ഓഫ് എ കളർ ഇമേജ്, ഇൻറ്റൻസിറ്റി വാല്യൂ അറ്റ് XY, that is FXY at any point XY is a combination of triplets RGB. So of FXY equals R of XY, then G of XY, B of XY. ഈ മൂന്ന് കളേഴ്സിൻ്റെയും കൂടെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് ഇൻറ്റൻസിറ്റി ഇൻഫോർമേഷനായിട്ട് കിട്ടുന്നത് കളർ ഇമേജിൽ. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഇമേജ് കംപ്രഷൻ. ഇമേജ് കംപ്രസ് ചെയ്യാൻ മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ ഒരു
1 MB ഉള്ള ഒരു ഇമേജിനെ ആണെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഒരു 156 KB എന്ന് പറയാം. അതിന് വീണ്ടും കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25 KB. നമ്മളിപ്പം എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് കംപ്രസ്ഡ് ഫോമിലുള്ള ഇമേജൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലും അതുപോലെ തന്നെ പല സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് ഇമേജിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ കംപ്രഷനിനകത്തല്ല നമ്മൾ ഇമേജ് കംപ്രഷൻ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. So it deals with some techniques for reducing the storage required to save an image or the bandwidth required to transmit it. ഇമേജ് കംപ്രഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കംപ്രഷൻ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്ത് നമ്മൾ ഇമേജിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പം നമ്മൾ ഈ മെയിനായിട്ട് ഇമേജിനെ കംപ്രസ് ചെയ്യുന്നതിന് വേണ്ടി എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും? നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇല്ലേ? അപ്പോൾ ഇമേജിനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കുറയുമ്പോൾ അത്രയും കുറച്ച് നമുക്ക് മെമ്മറി മതി. ആൻഡ് ഓൾസോ ദ ബാൻഡ്വിഡ്ത്ത് റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ഇറ്റ്. അതുപോലെ നമുക്ക് ഇമേജിൻ്റെ കംപ്രസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ബാൻഡ്വിഡ്ത്ത് കുറയും. ഇപ്പോൾ ചില ട്രാൻസ്മിഷന് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ബാൻഡ്വിഡ്ത്ത് മാത്രമേ നമുക്ക് പെർമിറ്റബിൾ ആയിട്ടുള്ളതായിരിക്കും. സോ അങ്ങനെയുള്ള കേസിലെല്ലാം നമ്മൾ ഇമേജ് കംപ്രഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. Then the next is morphological processing. Morphological processing means it consisting of some tools used for extracting the image components. അതായത് ഈ മോർഫോളജിക്കൽ പ്രോസസ്സിങ്ങിനകത്ത് നമ്മൾ പല പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. ആ പ്രോസസ്സിങ്ങിൻ്റെ ഇനഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കുറേ ഇമേജിൽ നിന്ന് കുറച്ച് കമ്പോണൻസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇമേജിനെ കുറച്ചും കൂടെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവും? ഇമേജിനെ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ കുറച്ച് ടെക്നിക്സ് അപ്ലൈ ചെയ്ത് കുറച്ച് ഇൻഫോർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യും. ആ എക്സ്ട്രാക്റ്റഡ് ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ് മാനറിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിൽ നമ്മൾ മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ ഈ മോർഫോളജിക്കൽ പ്രോസസ്സിങ്ങിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്ന പോലെ ഇനിഷ്യലി ഒരു ഒറിജിനൽ ഇമേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോർഫോളജിക്കൽ പ്രോസസ്സിംഗ് ആണ് എറോഷൻ, ഡൈലേഷൻ, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓക്കെ, ഇപ്പോൾ എറോഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമേജിൽ നിന്ന് കുറച്ച് പോർഷൻസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഡൈലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇമേജിൽ കുറച്ച് പോർഷൻസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ദെൻ ഇറോഷനെ ഫോളോ ചെയ്ത് വരുന്ന ഡൈലേഷനാണ് ഓപ്പണിംഗ്. ഡൈലേഷൻ ഫോളോഡ് ബൈ ഇറോഷനാണ് ക്ലോസിങ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് മോർഫോളജിക്കൽ പ്രോസസ്സിങ്, ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് മോർഫോളജിക്കൽ പ്രോസസ്സിങ് മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇമേജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ദ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് ഈസ് സെഗ്മെൻറ്റേഷൻ. സെഗ്മെൻറ്റേഷൻ മീൻസ് വി ആർ പാർട്ടീഷനിങ് ആൻ ഇമേജ് ഇൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്സ് ഓർ ഇമേജ്. അപ്പോൾ നമുക്ക് ഇതേപോലൊരു ഇമേജ് ഉണ്ടെങ്കിൽ സെഗ്മെൻറ്റേഷൻ നടത്തുന്ന വഴി ആ ഇമേജിനെ കുറച്ചും കൂടെ മീനിങ് ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അത് പല പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഈസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. റെപ്രസെൻറ്റേഷൻ മീൻസ് നമ്മൾ സെഗ്മെൻറ്റേഷൻ സ്റ്റെപ്പിനെ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഒരു റോ പിക്സൽ ഡേറ്റ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെയിൻലി അതിനെ ഒന്നുകിൽ ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ വരാം അല്ലെങ്കിൽ റീജിയണൽ റെപ്രസെൻറ്റേഷൻ വരാം. ബൗണ്ടറി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇമേജിൻ്റെ മെയിൻലി ബൗണ്ടറി ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. റീജിയണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻസൈഡ് പാർട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, so this process always follow the output of a segmentation stage, which usually is a raw pixel data which constitutes either the boundary of a region or all the points in the region itself. ഒന്നെങ്കിൽ നമ്മുടെ നമ്മൾ ഇമേജിൻ്റെ ബൗണ്ടറി ആയിരിക്കും, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു റീജിയൻ്റെ ഇൻസൈഡ് പാർട്സ് ആയിരിക്കും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, സോ 2 types of representation can be used. Boundary representation that focus on the external shapes and corners, the regional representation which focus on the internal properties. Okay, then description. Description means, or otherwise it is termed as feature selection. Here we extract some attributes. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നു. ദാറ്റ് റിസൾട്ട് ഇൻ സം ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറൻഷിയേറ്റിംഗ് ദ വൺ ക്ലാസ് ഓഫ് ഓബ്ജക്ട്സ് ഫ്രം അതർ. അപ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് ഓബ്ജക്ട്സ് അല്ലെങ്കിൽ പല ക്ലാസ്സസ് ഓഫ് ഓബ്ജക്ട്സ് കാണുമ്പോൾ അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ നമ്മൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുഡ് മാനറിലുള്ള ഇൻഫോർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആട്രിബ്യൂട്ട്സ് എക്സ്ട്രാക്ട് ചെയ്യും. അതാണ് ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് വഴി ചെയ്യുന്നത്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് മീൻസ് നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് ആയിരിക്കും നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ആ ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് ക്ലാസ്സസ് ഓഫ് ഓബ്ജക്ട്സിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് പറ്റും.
Finally, object recognition. Object recognition means in order to recognize the object, we have to label that object. അല്ലേ, ഒബ്ജക്ട്സിന് സീനകത്ത് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഒബ്ജക്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് അതിനകത്ത് ലേബിൾസ് കൊടുക്കാൻ പറ്റും. അതാണ് ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് steps in or fundamental steps in image processing. First, ഇമേജിനെ അക്യൂസ് ചെയ്യുക, then ഇമേജിനെ എൻഹാൻസ് ചെയ്യുക, ദാറ്റ് മീൻസ് അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യുക. ദെൻ ഇമേജിനെ റീസ്റ്റോർ ചെയ്യുക, മീൻസ് അവിടെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യുക. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഇമേജ് എൻഹാൻസ്മെൻറ്റിൽ നമ്മൾ മാത്തമാറ്റിക്കലോ പ്രോബബിലിസ്റ്റിക് മോഡൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇമേജ് റീസ്റ്റോറേഷൻ്റെ കേസിൽ നമ്മൾ മാത്തമാറ്റിക്കലോ പ്രോബബിലിസ്റ്റിക് മെത്തേഡ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കളർ ഇമേജ് പ്രോസസ്സിംഗ്, ഇമേജ് കംപ്രഷൻ, മോർഫോളജിക്കൽ പ്രോസസ്സിംഗ്, സെഗ്മെൻറ്റേഷൻ, റെപ്രസെൻറ്റേഷൻ ഡിസ്ക്രിപ്ഷൻ, ഫൈനലി object recognition. Then next is the application of digital image processing. Application means gamma ray imaging. Gamma ray imaging means നമ്മൾ ഗാമ റേ യൂസ് ചെയ്ത് ഇമേജ് ക്യാപ്ചർ ചെയ്യാറുണ്ട്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന സെക്കൻഡ് ആപ്ലിക്കേഷനാണ് എക്സ്റേ ഇമേജിങ്. നമ്മൾ എക്സ്റേസ് എടുക്കുന്ന കേസിൽ അവിടെയൊക്കെ എക്സ്റേ ഇമേജസ് എടുക്കുന്ന കേസിലെല്ലാം നമുക്കവിടെ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. Then imaging in the ultraviolet band, imaging in the visible and infrared band, imaging in the microwave band and imaging in the radio band. അപ്പോൾ ഈ കേസിലെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഇമേജസിനകത്ത് ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഇമേജ് പ്രോസസ്സിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇവിടെയൊക്കെ നമുക്ക് ഇമേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദീസ് ഓൾ അബൌട്ട് digital image and also digital image processing, fundamental steps in digital image processing, and finally the applications of digital image processing. Okay, thank you.